ഹലോ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഇൻട്രോ പറയുക കേട്ടോ. ചെറിയ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫൺ ആക്ടിവിറ്റീസ്, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടി കുട്ടി ക്രാഫ്റ്റ്സ്, പിന്നീട് അവർക്ക് ഇഷ്ടമാവുന്ന കുറച്ച് റെസിപ്പീസ്, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ആകുന്ന കുറച്ച് DIY ഹാക്സ്, ഇതൊക്കെയാട്ടോ ഈ ചാനലിൻ്റെ മെയിൻ കണ്ടന്റ്. ഒരു ബിഗിനറാണ്, സോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ ഒരു ബിഗിനറിന് അതൊരു സപ്പോർട്ടാവുമല്ലോ. അപ്പോൾ ശരി, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വീട്ടിൽ ഇതുപോലത്തെ കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് ഒക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് കുറച്ച് ഈസി ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റും. നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പേപ്പർ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് പെറ്റൽസിൻ്റെ ഷേപ്പ് പോലെ വരച്ചെടുക്കണം. എന്നിട്ട് കുട്ടീസിനോട് പറയണം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ മൂർച്ചയൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ സിസേഴ്സ് കിട്ടില്ലേ, അത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ സിസേഴ്സ് കുട്ടിയുടെ കൊടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഔട്ട്ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ ഇതുപോലെ ആക്കി എടുക്കാൻ പറയണം. എന്നിട്ട് യെല്ലോ കളർ വാട്ടർ കളറില്ലേ, അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് ആ പ്ലേറ്റ് നമ്മൾ കളർ ചെയ്യിപ്പിക്കുക. പിന്നീട് ഒന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു സ്മൈലി ഇങ്ങനെ വരച്ചു കൊടുക്കുക. രണ്ട് കണ്ണ് കൂടി വെച്ച് കൊടുത്താൽ ഒരു ക്യൂട്ട് സൺ റെഡി ആയി കിട്ടും. ഇതുപോലെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു ഐറ്റമാണ് പേപ്പർ പ്ലേറ്റ് ഫിഷ്. അതിന് വേണ്ടിയിട്ട് പേപ്പർ പ്ലേറ്റ് എടുത്തിട്ട് നമ്മളിവിടെ ബ്ലൂ കളർ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുട്ടിയെടുത്ത് ചോദിക്കുക അവർക്ക് ഇഷ്ടം ഏത് കളറാണെന്ന്. എന്നിട്ട് ആ കളർ തന്നെ ഫിഷിന് കൊടുക്കാൻ പറയുക. കൊടുത്തിട്ട് ഉണങ്ങാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച ശേഷം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫിഷിൻ്റെ ടെയിലായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? ഇതുപോലെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കണം. നമ്മുടെ ഫിഷിൻ്റെ സ്കെയിൽസ് ഇല്ലേ, സംഭവം അത് തന്നെ. എന്നിട്ട് ലാസ്റ്റിൽ ഒരു കുഞ്ഞ് കണ്ണുകൂടി വെച്ച് കൊടുത്താൽ പേപ്പർ പ്ലേറ്റ് ഫിഷും റെഡി. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറുതെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരാട്ടോ. കൂട്ടത്തിൽ നമ്മൾ കുട്ടീസിനോട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഫിഷ് ഒരു സീ ആനിമലാണ് അല്ലേ, അതായത് വെള്ളത്തിൽ താമസിക്കുന്ന ജീവി. അതുപോലെ പലതരത്തിലുള്ള ഫിഷുകളെ പറ്റി ഇതൊക്കെ കൂടി പഠിപ്പിച്ചു കൊടുക്കാട്ടോ. അതുപോലെ പേപ്പർ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റൂസ്റ്റർ, അഥവാ നമ്മളുടെ കോഴിക്കുട്ടൻ. ഒരു പേപ്പർ പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് കുറച്ച് പേപ്പറിനകത്ത് ഇതേപോലെ കുറച്ച് ഡിസൈൻസൊക്കെ ഒന്ന് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഈ ഒരു ചുണ്ട് പോലുള്ള നമ്മൾ വെട്ടിയെടുത്തില്ലേ, ഇതും അതിന് താഴെയുള്ള ഈ ഒരു പാർട്ടും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റേപ്ലർ എടുത്തൊന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ വാല് പോലെ കട്ട് ചെയ്തെടുത്തില്ലേ, ആ പോർഷൻ എടുത്തിട്ട് ഈ സൈഡായിട്ടൊന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കണം. ഒരു കണ്ണൊട്ടിച്ചു കൊടുക്കണം.
പിന്നീട് നമ്മളുടെ കോഴിയുടെയൊക്കെ തലയുടെ മുകളിലായിട്ട് കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ വെട്ടിയെടുത്തിട്ട് മുകളിലും ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഡിസൈൻ കൂടി കൊടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെയാണ്. കാരണം ഇതിങ്ങനെ ഒരിടത്ത് വെക്കുമ്പോൾ ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളുടെ റോക്കിംഗ് ചെയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതൊരു റോക്കിംഗ് റൂസ്റ്റർ അല്ലേ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന റൂസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് കാല് വേണമെന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു ഐറ്റമാണ് ഈ പേപ്പർ പ്ലേറ്റ് സ്നേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ പ്ലേറ്റ് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറാട്ടോ കൊടുത്തത്. അപ്പോൾ നേരത്തെ ഞാൻ ഫിഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ കുട്ടിയെടുത്ത് ചോദിക്കുക അവർക്ക് സ്നേക്കിന് ഏത് കളറാണ് വേണ്ടതെന്ന്. അപ്പോൾ അവർ പറയുന്ന ആ കളർ തന്നെ സ്നേക്കിന് കൊടുക്കാൻ പറയുക. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം സിസേഴ്സ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് നടുക്ക് ഇങ്ങനെ കൊണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. പിന്നീട് ഒരു പേപ്പറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെട്ടി ഒട്ടിച്ചു കൊടുക്കണം. കുഞ്ഞ് 2 കണ്ണുകൂടി കൊടുക്കണം. അങ്ങനെ കുട്ടികളൊന്നും പേടിക്കാത്ത, അവർക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേപ്പർ പ്ലേറ്റ് സ്നേക്ക് കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ച ഈ 4 ക്രാഫ്റ്റും സിമ്പിളല്ലേ? കുട്ടികളെ കാണിച്ചു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാനും പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഈ ടോയ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്രാഫ്റ്റ് ഒന്നും കുറേ നാൾ നിൽക്കുകയൊന്നുമില്ല. കുട്ടികൾ കുറച്ച് തവണ കളിക്കുമ്പോഴേക്കും അതെന്തായാലും കീറിപ്പോവും. അത് സത്യമാണ്. നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന എക്സ്പെൻസീവ് ടോയ്സും അതൊക്കെ തന്നെയല്ലേ, അവർ കളിച്ചിട്ട് പെട്ടെന്ന് പൊട്ടിച്ച് കളയുമല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ ഈ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയില്ലേ, ടി വി മൊബൈലൊക്കെ കാണുന്ന ആ ഒരു ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നീട് നമ്മളുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പിന്നീട് അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ക്രാഫ്റ്റ് ഏതാണോ, ഇപ്പം അനിമൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സണ്ണ്, എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിപ്പിച്ചുകൂടെ പോകണം. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.